ഹായ് മൈ ഡിയർ വൺസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ പേഴ്സണലി എനിക്ക് ഭയങ്കര സ്പെഷ്യലായിട്ടുള്ള വീഡിയോ ആണ്. എന്താണെന്ന് വെച്ചാൽ ഞാനിതെൻ്റെ വീട്ടിൽ നിന്നാണ് ഷൂട്ട് ചെയ്യുന്നത്. ഇതെൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും കല്യാണത്തിന് അമ്മ ഉടുത്തിറങ്ങിയ സാരിയാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഈ സാരി കാണുന്നത്. എനിക്ക് 35 വയസ്സായി. അവരുടെ കല്യാണം കഴിഞ്ഞിട്ട് 36 വർഷമായി. ഞാൻ ആദ്യമായിട്ടാണ് ഈ സാരി കാണുന്നത്. എന്നും ചോദിക്കുമ്പോൾ അമ്മ കാണിച്ചു തരാം എന്ന് പറയുമെങ്കിലും ഞാൻ ആദ്യമായിട്ടാണ് ഈ സാരി കാണുന്നത്. അപ്പോൾ എനിക്ക് അപ്പം തന്നെ അമ്മയുടെ ആ ലുക്ക് റീക്രിയേറ്റ് ചെയ്യാൻ തോന്നി. ഞാൻ റീക്രിയേറ്റ് ചെയ്ത ലുക്ക് അമ്മയുടെ ലുക്കൊന്നുമല്ല, അമ്മയുടെ ലുക്കിൻ്റെ റെഫറൻസ് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ അച്ഛൻ്റെ അമ്മയുടെയും കല്യാണ ആൽബം ഒന്ന് എടുത്ത് നോക്കി. അതിനകത്ത് ഒരു ഫോട്ടോ പോലും അമ്മ ഒറ്റയ്ക്ക് നിൽക്കുന്നത് ഇല്ല. ഈ കാണുന്ന ഫോട്ടോ ആണ് അമ്മ ഒറ്റയ്ക്ക് നിൽക്കുന്നത്. പക്ഷെ അതിനകത്താണെങ്കിൽ മാലയൊക്കെ ഇട്ടിട്ട് സാരി കാണുന്നില്ല. പിന്നെ ഒറ്റ ഫോട്ടോ പോലും അമ്മയുടെ ഒറ്റയ്ക്കുള്ള വേറെ ഫോട്ടോ, ആ സാരി ഒന്ന് കാണുന്ന വേറെ ഒരു ഫോട്ടോയുമില്ല. എല്ലാം ഇങ്ങനെ പുറകിൽ ചിലപ്പം 100 പേരുണ്ടാവും, അല്ലെങ്കിൽ അച്ഛൻ്റെ കൂടെ നിൽക്കുന്ന ഫോട്ടോ, അങ്ങനത്തെ ഫോട്ടോസായിരുന്നു. അപ്പം ഞാൻ ആലോചിക്കണം, ആ കാലഘട്ടത്തിലേക്കുള്ള ഫോട്ടോഗ്രാഫിയും ഇന്നത്തെ നമ്മുടെ സൗകര്യങ്ങളൊക്കെ എത്ര വ്യത്യാസമാണ്. അങ്ങനെ തപ്പി അവസാനം എനിക്ക് കൺവിൻസിങ് ആയിട്ട് അവസാനം അമ്മയുടെ ഈ ഒരു ലുക്ക് കാണിക്കാൻ പറ്റിയ ഒരു സാരി, അതും അമ്മ ഒറ്റയ്ക്കല്ല, ഇതാണ് ആ സാരി ഒന്ന് കാണുന്ന ഒരു ഫോട്ടോ അമ്മയുടെ ഉള്ളത്. പിന്നെ അപ്പം ഞാൻ വിചാരിച്ചു ആ ലുക്കൊന്ന് റീക്രിയേറ്റ് ചെയ്ത് നോക്കാമെന്ന്. സാരിയുടെ ബ്ലൗസ് ഞാൻ അമ്മയുടെ തന്നെ വേറൊരു ബ്ലൗസാണ് യൂസ് ചെയ്തത്. ബിക്കോസ് ആ സമയം അമ്മ ഭയങ്കര മെലിഞ്ഞിട്ടായിരുന്നു. അപ്പം ഓൾറെഡി സ്റ്റിച്ച് ചെയ്ത ബ്ലൗസിൽ ഞാൻ കയറുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ആ സാരിയായിട്ട് അടുത്ത് നിൽക്കുന്ന ഒരു കളറിലുള്ള ഒരു ബ്ലൗസ് ഞാൻ അമ്മയുടെ അൽമാരിയിൽ നിന്ന് തന്നെ മോഷ്ടിച്ചു. ഈ ഇട്ടേക്കുന്ന ബ്ലൗസും സാരിയും പെറ്റിക്കോട്ടും പിന്നെ ഉപയോഗിക്കുന്ന ജ്വല്ലറിയും വളയും കമ്മലും എല്ലാം അമ്മയുടെയാണ്. ഞാൻ വീട്ടിൽ വരുന്ന സമയത്ത് ഞാൻ പ്രത്യേകിച്ച് അങ്ങനെ എൻ്റെ പേഴ്സണൽ ബിലോങ്ങിങ്സ് ഒന്നും എടുക്കാറില്ല. എല്ലാ സാധനങ്ങളും അമ്മയുടെ അല്ലെങ്കിൽ അനിയത്തിയുടെ. ഞങ്ങൾ 3 സ്ത്രീകളാണ് വീട്ടിലുള്ളത്. അപ്പോൾ വി ഷെയർ ആൻഡ് യൂസ്. അപ്പോൾ അതൊരു നല്ലൊരു ഫീലിംഗ് ആയിട്ട് എനിക്ക് തോന്നാറുണ്ട്. അപ്പോൾ എന്തായാലും നിവി ഡ്രേപ്പ് തന്നെയാണ് അമ്മയുടെ ഈ സാരി വെച്ചിട്ട് ഞാൻ ക്രിയേറ്റ് ചെയ്തത്. എനിക്ക് വേറെ ഡ്രേപ്സ് ഒന്നും ചെയ്യാൻ തോന്നിയില്ല. അപ്പോൾ ഈ സാരിയുടെ ഒറിജിൻ ഒന്നും എനിക്ക് അറിഞ്ഞുകൂടെ. ഇത് ഞങ്ങളുടെ ടൗണിൽ നിന്ന് തന്നെ അമ്മ വാങ്ങിച്ചിട്ടുള്ളൊരു സാരിയാണ്. നല്ല വെയിറ്റ് ഉണ്ട് ഈ സാരിക്ക്. ഒരു ലൈറ്റ് പിങ്കിൽ സിൽവർ ഷെയ്ഡുള്ള ഒരു സാരിയാണ്. വീഡിയോയിൽ അത് എത്രമാത്രം ക്ലിയർ ആയിട്ട് കാണുന്നുണ്ടെന്ന് അറിയില്ല. പിങ്കും സിൽവറാണ് ഈ സാരിയിൽ ഷെയ്ഡ്സ് വരുന്നത്. പക്ഷേ നല്ല ഹെവിയാണ്. മിക്കവാറും 1 കിലോ എങ്കിലും കാണണം സാരി, അത്രയും വെയിറ്റ് ഉണ്ട്. അപ്പോൾ പ്ലീറ്റ്സ് എടുക്കാനും ഒന്നും എനിക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. ഇത്രയും പഴക്കമുള്ളൊരു സാരി ആണെങ്കിൽ കൂടെ നല്ല എന്താ പറയുക, പൊടിഞ്ഞു പോവോ, പട്ടുസാരി കുറേ കാലം കഴിയുമ്പോൾ പൊടിഞ്ഞു പോകുമെന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. നല്ല ഫ്രഷ് ആയിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. അതിനൊരു കാരണമുണ്ട്. എൻ്റെ മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മ അത് വളരെ നന്നായിട്ട് റിവേഴ്സ് രീതിയിൽ മടക്കിയിട്ട് ആരും കാണാത്തൊരു സ്ഥലത്ത് സത്യം പറഞ്ഞാൽ ഒളിപ്പിച്ച് വെച്ചേക്കുമായിരുന്നു. അമ്മ അതെന്തിനാണ് ചെയ്തതെന്ന് എനിക്കറിയില്ല. പക്ഷേ അങ്ങനെ വളരെ നന്നായിട്ട് മടക്കി 2 പ്ലാസ്റ്റിക് കവറിലൊക്കെ ഇട്ടിട്ട്, പഴയ അമ്മയുടെ വീട്ടിൽ നിന്ന് കല്യാണം കഴിഞ്ഞിട്ട് കൊണ്ടുവരുന്ന ഒരു പെട്ടി ഉണ്ടാവുമല്ലോ, പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന് ചെറുക്കൻ്റെ വീട്ടിലേക്ക് വരുമ്പോൾ, അങ്ങനത്തെ ഒരു പെട്ടീനകത്താണ് അമ്മ ഈ സാരി ഇത്രയും കാലം സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 2 സാരി ഉണ്ടായിരുന്നു. ഒരെണ്ണം ഇപ്പോൾ ഈ കാണുന്ന സാരിയും പിന്നെ ഒരു ലൈറ്റ് ബ്രൗൺ കളറുള്ള സാരിയും. പക്ഷേ എൻ്റെ ഫേവറേറ്റ് കളർ പിങ്ക് ആയതുകൊണ്ട് ഞാൻ ഈ സാരി ഉടുത്തു. ഈ സാരിയാണ് അമ്മ കല്യാണത്തിൻ്റെ സമയത്ത് ഉടുത്തിറങ്ങിയത്. മറ്റത് കല്യാണം കഴിഞ്ഞിട്ട് ചെറുക്കൻ്റെ വീട്ടിലേക്ക് വരുമ്പോൾ മാറ്റി ഉടുത്ത സാരിയായിരുന്നു. അപ്പോൾ ഏകദേശം സാരി ഡ്രേപ്പിംഗ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഞാനൊന്നും ചെയ്തില്ല, പ്രത്യേകിച്ച് എക്സ്ട്രാ ആയിട്ട് ഒന്നും ചെയ്തില്ല. ബ്രോഡ് പ്ലീറ്റ്സാണ് എടുത്തിട്ടുള്ളത്. പിന്നെ അമ്മ ആ സമയത്ത് നല്ല മെലിഞ്ഞതായതുകൊണ്ട് ഈ സാരിയുടെ താഴത്തെ പ്ലീറ്റ്സ് കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. എനിക്ക് തോന്നുന്ന ഒരു 3-4 പ്ലീറ്റ്സ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇതാണ് ഫുൾ ലുക്ക് വരുന്നത്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഈ തലയിൽ വെച്ചേക്കുന്ന പൂവ് പ്ലാസ്റ്റിക് പൂവാണ്. ഞാൻ എറണാകുളം മേനകയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള പൂവാണ്. പെട്ടെന്നുണ്ടായ ഒരു ഐഡിയ ആണ്. ഇതൊരു പ്ലാൻഡ് ആയിട്ട് ചെയ്ത വീഡിയോ അല്ല. അപ്പം പൂ തപ്പിയപ്പം എനിക്ക് ഓർമ്മ വന്നു, ഞാൻ പണ്ട് ഇങ്ങനെ പൂ വാങ്ങിച്ചിട്ട് അമ്മയ്ക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പൂവാണ് തലയിൽ വെച്ചിട്ടുള്ളത്. പിന്നെ എൻ്റെ വക കുറച്ച് പട്ടിഷോ. ഐ വാസ് റിയലി ഹാപ്പി. ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാണ്ട് ചെയ്ത ഒരു ഷൂട്ടും അതിൻ്റെ ഒരു നല്ലൊരു റിസൾട്ടും കൂടെ വന്നപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി.
അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അടുത്തൊരു വീഡിയോയിൽ പുതിയ ഡ്രേപ്പിംഗ് ആയിട്ട് കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.